സീസണിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ മുടിയൻ. ബിഗ് ബോസ് എന്ന ഗെയിമിൽ നമുക്ക് എപ്പോഴും സത്യസന്ധമായിട്ട് നിൽക്കാനും അല്ലെങ്കിൽ സെൽഫ്ലെസ് ആവാനുമുള്ള ഒരു അവസരമില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ പെരുമാറും. അതാണ് ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത. ഇന്ന് ഋഷി ആ ഒരു ടാസ്കിനിടയ്ക്ക് ശരണ്യനെ തോൽക്കാൻ വിട്ടത്, അതാണ് ഈ ഒരു അടിക്കും എല്ലാം ഉണ്ടായ കാരണം. ആ ഒരു ഗെയിമിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അത് ഋഷിയുടെ ഒരു ഗെയിം ഓഫ് എക്സിസ്റ്റൻസ് ആയിരുന്നു. ഋഷിക്ക് ജയിക്കാൻ വേണ്ടി ഋഷി ചെയ്തതാണത്. അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ സെൽഫിഷ് ആയി പോകും. അതിനിങ്ങനെ കുറ്റബോധം പറഞ്ഞിങ്ങനെ ഇരുന്ന് കരയേണ്ട, ഇരുന്നും കിടന്നൊക്കെ ആയിട്ട് കരയേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല. അതൊരു ഗെയിമാണ്, ഗെയിം അവിടെ വിട്ടു. ഒരു ഗെയിം സ്പിരിറ്റിൽ അത് ചെയ്തു, അതവിടെ വിട്ടു. പിന്നെ അതിലെ ചതി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, ഒരു ചതിയും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഋഷി നേരിട്ട് നെക്സ്റ്റ് ടീമിന്റെ വാക്ക് കൊടുത്തില്ല, അവരെ ജയിപ്പിക്കാമെന്നൊന്നും പറഞ്ഞ് ഒരു വാക്കും കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. അർജുൻ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടന്നത്. പിന്നെ ഒരു ചതിയെന്നോ ഏഷ്ണിയെന്നോ വിളിക്കാൻ പറ്റുന്ന അർജുനും നെക്സ്റ്റ് ടീമിൽ തമ്മിൽ നടന്ന ആ ഒരു ചർച്ച ഋഷിയുടെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്ത നോറയാണ്. അതുപോലും ഒരു ഏഷ്ണിയോ ചതിയോ ഒന്നും അല്ല. എല്ലാവരും അവരവരുടെ ഗെയിം കളിക്കുന്നു, അങ്ങനെ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അത്രയും ചെറിയൊരു പ്രശ്നമാണിത്. പിന്നെ ശരണ്യക്ക് കലിപ്പാവാൻ കാരണം ആ ഒരു ടാസ്കിൽ ഗബ്രിയുടെ കയ്യിൽ നിന്ന് മൂക്കിനിട്ട് ഇടി കിട്ടുകയും ചെയ്തു, ഋഷി ആണെങ്കിൽ പണി തരികയും ചെയ്തു. അങ്ങനെ എല്ലാ ഇടത്തു നിന്നും അടി കിട്ടിയിട്ടുള്ള കലിപ്പാണ് ശരണ്യ കാണിച്ചത്. അതും പോട്ടെ, ഫൈൻ. ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരുന്നതിന്റെ ഭാഗമാണ് അതൊക്കെ.